സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി ഭാഗമറ്റ് എഴുതിയ നോവൽ കാവൽ മാടം തുടങ്ങുന്നു. അവതരണം സിന്ധു അശോകൻ. മൂടിക്കെട്ടിയ ആകാശം, കുന്നുകളിൽ നിന്ന് ആഞ്ഞു വീശുന്ന കാറ്റ്, കൂറ്റൻ മാമലകൾക്കിടകളിലൂടെ ആ മെറ്റഡോർ വാൻ ചീറിപ്പാഞ്ഞു. സമതലങ്ങളും താഴ്വരകളും താണ്ടി വരികയാണത്. അങ്ങകലെയുള്ള ഒരു നാട്ടിൻപുറത്തു നിന്ന് പുറപ്പെട്ട യാത്ര. ഒരു കുടുംബവും അവരുടെ വീട്ടുപകരണങ്ങളുമാണ് വാനിലുള്ളത്. ദൂരെ ഹൈറേഞ്ചിലുള്ള ഒരു മലയോര ഗ്രാമത്തിലേക്ക് കുടിയേറുകയാണ് ആ കുടുംബം. നെല്ലിമല കയറ്റത്തിന് മുകളിലെത്തിയ വാൻ ഒരു ചായക്കടയ്ക്ക് മുമ്പിൽ നിർത്തി. റോബി വാനിൽ നിന്ന് ചാടിയിറങ്ങി. ഡ്രൈവറുടെ സീറ്റിനോട് ചേർന്നാണ് അവൻ ഇരുന്നിരുന്നത്. എല്ലാവരും ഇറങ്ങി വാ, ചായ കുടിച്ചിട്ട് പോകാം, റോബി വിളിച്ചു. അപ്പനെയും അമ്മയെയും അവൻ കൈ പിടിച്ചിറക്കി. സീന ചാടി ഇറങ്ങിയപ്പോൾ വേച്ച് വീഴാൻ പോയി. റോബി പെട്ടെന്ന് കയറി പിടിച്ചു. നിനക്ക് മര്യാദയ്ക്ക് ഇറങ്ങാൻ മേലേടി. അവളുടെ ഒരു എടുത്തുചാട്ടം. നെഗളിപ്പെണ്ണ്, അമ്മ ത്രേസ്യാമ്മ മകളെ ശാസിച്ചു. ചേച്ചിയെ അമ്മ വഴക്കു പറയുന്നത് കേട്ടിട്ടാവണം ചാടാനാഞ്ഞു നിന്ന കൊച്ചുറോസ അത് വേണ്ടെന്ന് വെച്ചു. പതുക്കെയാണ് ഇറങ്ങിയത്. നീണ്ട യാത്ര കാരണം അവരെല്ലാം നല്ലപോലെ ക്ഷീണിച്ചിട്ടുണ്ട്. ഉടുതുണിയെല്ലാം ചുളുങ്ങി മുഷിഞ്ഞിരിക്കുന്നു. എല്ലാവരും ചായക്കടയിൽ കയറി. 6 ചായ ഓരോരുത്തരെ ബെഞ്ചിലിരുത്തിയിട്ട് റോബി ഓർഡർ ചെയ്തു. ചായ വന്നു. കഴിക്കാൻ എന്തവാ? ഓണറും സപ്ലയറും ചായയടിക്കാരനുമെല്ലാമായ കുഞ്ചാക്കോ ചോദിച്ചു. എന്തവാ ഉള്ളത്? ദോശ, പൊറോട്ട, ഇറച്ചി, ബോളി, ബോണ്ട, പരിപ്പുവട, ഉഴുന്നുവട. പൊറോട്ട കൊണ്ടുവാ, റോബി പറഞ്ഞു. എല്ലാവർക്കും? പിന്നല്ലാതെ. പൊറോട്ട വന്നു. ഇറച്ചി എടുക്കട്ടെ? നല്ല മൂരിയിറച്ചിയാ. സാമ്പാറില്ലേ? അതു മതി. എനിക്ക് ഇറച്ചി വേണം. കൊച്ചുറോസ റോബിയെ തോണ്ടി. ഓടി അവിടുന്ന്. ഉള്ള കാശ് മുഴുവൻ നുള്ളിപ്പെറുക്കിയ വണ്ടി പിടിച്ചത്. അവളുടെ നെഗളം കണ്ടില്ലേ? കാശില്ലാത്ത നേരത്ത് ത്രേസ്യാമ്മ കൊച്ചുറോസയെ വഴക്കു പറഞ്ഞു. എല്ലാവരും പെട്ടെന്ന് കഴിച്ചോ, സന്ധ്യയ്ക്ക് മുമ്പ് 5 കണ്ടത്തിലെത്തണം, ഡ്രൈവർ ഓർമ്മിപ്പിച്ചു. എല്ലാവരും പെട്ടെന്ന് കഴിച്ചു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും വേണോ? കുഞ്ചാക്കോയുടെ ചോദ്യം. ഒന്നും വേണ്ട, തോമാച്ചൻ പറഞ്ഞു. എനിക്ക് 2 പൊറോട്ട കൂടി വേണം, സീന പറഞ്ഞു. എടി, തിന്നോണ്ടിരിക്കാൻ നേരമില്ല, ത്രേസ്യാമ്മ ശാസിച്ചു. അതിനൊക്കെ നേരമുണ്ട്. എല്ലാവരും വയറ് നിറച്ച് കഴിച്ചോണം. 5 കണ്ടത്തിൽ ചെല്ലുമ്പോൾ ഇന്നത്തേക്ക് ഇനി ഒന്നും തിന്നാൻ കിട്ടുകയില്ല, റോബി പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്. അന്നേരം അമ്മച്ചിയുടെ ഒരു. സീന വേഗം പ്ലേറ്റിലുള്ളത് വെട്ടി വിഴുങ്ങി. എല്ലാവരും കൈ കഴുകി എഴുന്നേറ്റു. റോബി ബില്ല് തീർത്തു. അവർ വാനിൽ ചെന്ന് കയറി. വാൻ ഇരമ്പി കുതിച്ചു. വിശപ്പും ദാഹവും ശമിച്ചതിൻ്റെ ഉന്മേഷമാണ് എല്ലാവർക്കും. വാൻ വനത്തിന് നടുവിലുള്ള റോഡിലൂടെ ചീറിപ്പാഞ്ഞു. ഇനി എത്ര മൈലുണ്ട് 5 കണ്ടത്തിലോട്ട്? തോമാച്ചൻ ഡ്രൈവറോട് ചോദിച്ചു. 10-45 മൈലും കൂടെ പോണം. അത്രേ ഉണ്ടോ? തോമാച്ചൻ തല പുറത്തേക്കിട്ട് ആകാശത്തേക്ക് നോക്കി. മഴ പെയ്യുന്ന ലക്ഷണമാ. ഓ ഇല്ലെന്നേ, എന്തൊരു തണുപ്പ്. ത്രേസ്യാമ്മ നേരിയത് നല്ലതുപോലെ മൂടി പൊതിച്ചു. ഹൈറേഞ്ച് അല്ലേ, തണുക്കാണ്ടിരിക്കുവോ? തോമാച്ചൻ തോളിൽ കൈകൾ പിണച്ചു വെച്ചു. ഇതൊന്നുമല്ല തണുപ്പ്. 5 കണ്ടത്തിലോട്ട് ചെല്ലട്ടെ, ഇതിൻ്റെ 5 ഇരട്ടി വരും, റോബി പറഞ്ഞു. എടാ മോനെ, നീ ടർക്കി പൊതിച്ചോ, തണുപ്പടിച്ചാൽ ജലദോഷം പിടിക്കും. ത്രേസ്യാമ്മ ടർക്കി ടവൽ കൊണ്ട് റോബിയുടെ ചെവിയും കഴുത്തും മൂടി പുതുപ്പിച്ചു. ഈ അമ്മച്ചിക്ക് റോബിച്ചായരോട് മാത്രമേ സ്നേഹമുള്ളൂ, സീന പരാതി പറഞ്ഞു. അതെന്താടി? എനിക്ക് എൻ്റെ മക്കളെല്ലാം ഒരുപോലെ. എന്നിട്ട് ഞങ്ങൾക്ക് ടർക്കി തരാൻ തോന്നിയില്ലല്ലോ. എടി, അവന് വല്ല പനിയും പിടിച്ചാൽ നമുക്ക് ആരാ ഉള്ളത്? എനിക്ക് തണുക്കുന്ന അമ്മച്ചി. കൊച്ചുറോസ അമ്മയോട് ചേർന്നിരുന്നു. ത്രേസ്യാമ്മ വാത്സല്യത്തോടെ അവളെ തൻ്റെ ദേഹത്തോട് ചേർത്തിരുത്തി. നേരിയതുകൊണ്ട് പുതപ്പിച്ചു. തള്ളപ്പക്ഷി അതിൻ്റെ കുഞ്ഞിനെ ചിറകിനടിയിൽ ഒതുക്കി വെച്ചതുപോലെ. അമ്മച്ചി, അവിടെ സ്കൂളുണ്ടോ? എനിക്ക് സ്കൂളിൽ പോകണം, കൊച്ചുറോസ ചോദിച്ചു. അവൾ 3-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പഠിക്കാൻ മിടുക്കി. 8 വയസ്സേ ഉള്ളൂ അവൾക്ക്. എന്നാലും നല്ല ചൊടിയും ചുണയും കാര്യവിവരവുമുണ്ട്. ത്രേസ്യാമ്മയ്ക്ക് മക്കളെന്ന് വെച്ചാൽ ജീവനാണ്. അവർക്ക് വേണ്ടിയാണ് ആ സ്ത്രീ ജീവിക്കുന്നത് തന്നെ. മക്കൾക്ക് വേണ്ടി സ്നേഹവതിയായ ആ അമ്മ സ്വന്തം സുഖങ്ങളെല്ലാം ബലികൊഴിക്കുന്നു. അവരുടെ വയറ് നിറയാൻ വേണ്ടി ആ അമ്മ പട്ടിണി കിടക്കുന്നതിന് കണക്കില്ല. എന്നെങ്കിലും ഒരു നല്ല കാലം വരും. എൻ്റെ പൊന്നുമോൻ വയസ്സുകാലത്ത് എല്ലാ സുഖസൗകര്യങ്ങളും നേടിത്തരും. ത്രേസ്യാമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിലെ സ്വപ്നമാണ്. തോമാച്ചന് വിട്ടുമാറാത്ത പനിയും ചുമയുമുണ്ട്. 4-5 വർഷമായി തുടങ്ങിയിട്ട്. പല മരുന്ന് ചെയ്തെങ്കിലും ഫലമുണ്ടായില്ല. ക്ഷയരോഗമാ, അതെന്നെ കൊണ്ടേ പോകത്തുള്ളൂ. ചുമച്ച് ചോര തുപ്പുമ്പോഴെല്ലാം തോമാച്ചൻ ആവർത്തിക്കും. കുടുംബത്തിന് വേണ്ടി രാവും പകലുമെന്നില്ലാതെ കഠിനാധ്വാനം ചെയ്തിട്ടാണ് തോമാച്ചൻ ക്ഷയരോഗിയായത്. പാറമടയിലായിരുന്നു അയാൾ യൗവനം മുഴുവനും ചെലവഴിച്ചത്. ആയ കാലത്തെ 2 ആളിൻ്റെ പണി ചെയ്യുമായിരുന്നു.
അതുകൊണ്ട് പണി ചെയ്യിക്കുന്നവർക്ക് അയാളെ വലിയ കാര്യമായിരുന്നു. എന്നാൽ ആരോഗ്യം ക്ഷയിച്ചു കഴിഞ്ഞപ്പോൾ തോമാച്ചനെ ആർക്കും വേണ്ടാതായി. അരനൂറ്റാണ്ടിൽ ചെല്ലുവാനും കാലം ജീവിച്ചിട്ടും തോമാച്ചന് ഒന്നും സമ്പാദിക്കാനൊത്തില്ല. ആരോഗ്യമുണ്ടായിരുന്ന കാലത്ത് കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന കാശ് കൊണ്ട് കുടുംബം പുലർത്തി. റോബിയെ പഠിപ്പിച്ച് MA-കാരനാക്കി. സീനയെ 10ാം ക്ലാസ് വരെ മാത്രമേ പഠിപ്പിക്കാൻ സാധിച്ചുള്ളൂ. അതിൽ അയാൾക്കുള്ള വിഷമം ഇന്നും തീർന്നിട്ടില്ല. എൻ്റെ സീനമോളും നല്ലോണം പഠിക്കുമായിരുന്നു. 10ാം ക്ലാസ്സിൽ അവൾ ഫസ്റ്റ് ക്ലാസ്സിലാണ് പാസ്സായത്. പക്ഷേ കോളേജിൽ വിടാൻ എന്നെക്കൊണ്ട് പറ്റിയില്ല. ചോദിക്കുന്നവരോടെല്ലാം അയാൾ സങ്കടത്തോടെ പറയും. കോളേജിൽ പോകാൻ പറ്റാത്തതിൽ സീനയ്ക്കും കുറച്ചൊന്നുമല്ല വിഷമം. കുറേ നാൾ ആരും കാണാതെ അവൾ കരഞ്ഞു. പിന്നെ ദുഃഖം ഉള്ളിലൊതുക്കാൻ പഠിച്ചു. അവൾ ആരോട് പരാതി പറയും? തോമാച്ചൻ്റെ ആകെ സ്വത്ത് ഭാര്യയും മക്കളും 10 സെൻറ്റ് മണ്ണും അതിലുള്ള കൊച്ചു കൂരയും മാത്രമായിരുന്നു. തീരെ ഗതികെട്ടപ്പോൾ 10 സെൻറ്റും വീടും വിറ്റ് കടമെല്ലാം വീട്ടി. ബാക്കി പണം കൊണ്ട് ഹൈറേഞ്ചിൽ 1/2 ഏക്കർ മണ്ണ് വാങ്ങി 5 കണ്ടം ഗ്രാമത്തിൽ. റോബിയെ പഠിപ്പിച്ച് ഡിഗ്രിക്കാരനാക്കിയാൽ എല്ലാ വിഷമവും തീരുമെന്നാണ് തോമാച്ചൻ വിചാരിച്ചത്. ഡിഗ്രിക്കാരനാക്കുകയും ചെയ്തു. പക്ഷേ എവിടെ ജോലി? ജോലി ദണ്ഡി മടുത്തു. ഒടുവിൽ ആ ആശ ഉപേക്ഷിച്ചു. അവനെ പഠിപ്പിച്ച കാശുണ്ടായിരുന്നെങ്കിൽ എൻ്റെ മോളെ കൊള്ളാവുന്ന ഒരുത്തൻ്റെ കൂടെ കെട്ടിച്ച് വിടാമായിരുന്നു. ത്രേസ്യാമ്മ എപ്പോഴും പറയും. മറ്റൊടോർ വാൻ ആടിക്കുലുങ്ങി കാട്ടിലൂടെ പോയിക്കൊണ്ടിരുന്നു. സീനയും കൊച്ചുറോസയും കൂടി ഒരു പാട്ട് പാടാൻ തുടങ്ങി. പള്ളിപ്പാട്ടാണ്. വാഗ്ദത്ത ഭൂമി തേടി വരികയാണ് ഭക്തി തീർത്ഥാടകർ ഞങ്ങളിതാ എന്ന് തുടങ്ങുന്ന ഗാനം. അത് തീർന്നപ്പോൾ സിനിമാ പാട്ട്. ഇടയ്ക്ക് റോബിനും മൂളിക്കൊണ്ടിരുന്നു. ഒരു ഉല്ലാസയാത്രയുടെ പ്രതീതി. കാടിൻ്റെ താഴ്വാരങ്ങളിൽ മൂടൽമഞ്ഞ് കെട്ടിക്കിടക്കുന്നത് കണ്ട് കൊച്ചുറോസ ചോദിച്ചു, അതെന്താ റോബിച്ചായ പുക പോലെ? കൊച്ചുറോസ അത്തരം കാഴ്ചകളൊക്കെ ആദ്യം കാണുകയാണ്. അതോ, അത് കാട്ടാന സിഗരറ്റ് വലിച്ച് പുക വിടുന്നതാ. റോബി കുഞ്ഞുപെങ്ങളെ കളിയാക്കി. എല്ലാവരും ചിരിച്ചു. കൊച്ചുറോസ റോബിനോട് പിണങ്ങി മുഖം വീർപ്പിച്ചു. ഈ കാട്ടിൽ ആനയുണ്ടോ? സീന ചോദിച്ചു. ആനയുണ്ട്, പക്ഷേ രാത്രിയിലെ ഉൾക്കാട്ടിൽ നിന്നിറങ്ങി വരൂ, റോബി പറഞ്ഞു. കാട്ടാന വണ്ടി തടഞ്ഞു നിർത്തി കുത്തിമറിച്ചിട്ട സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഡ്രൈവർ അറിയിച്ചു. അതോടെ സീനയ്ക്ക് പേടിയായി. റോഡിലെങ്ങാൻ ആനകൾ ഇറങ്ങി നിൽപ്പുണ്ടോ എന്നവൾ കൂടെ നോക്കി. സീന കാണാൻ സുന്ദരിയാണ്. പുലർക്കാലത്തിലെ മഞ്ഞുതുള്ളി പോലെ മനോഹരി. ഒരിക്കൽ കാണുന്നവർ വീണ്ടും വീണ്ടും അവളെ നോക്കും. ആ ഇളം തരുണിയുടെ ശരീര വടിവുകളിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നുകയേയില്ല. നീണ്ട കറുത്ത കണ്ണിണകളും തുടുത്തുലർന്ന ചുണ്ടുകളും മനോഹരമായ വട്ടമുഖവും തഴച്ചിരുണ്ട് ഇടതൂർന്ന് നിതംബം മറയ്ക്കുന്ന കാർ കൂന്തലും ആ മാതകത്തിടമ്പിൻ്റെ അഴകിന് മാറ്റുകൂട്ടുന്നു. അവൾ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ പൂവാലന്മാർ അവളെ നോട്ടം ഇട്ടിരുന്നു. പലരും അവളുടെ ഒരു നോട്ടത്തിന് വേണ്ടി കൊതിച്ചിട്ടുണ്ട്. അവളോടൊരു വാക്കുമിണ്ടാൻ ദാഹിച്ചിട്ടുമുണ്ട്. അവൾ ആരെയും ശ്രദ്ധിച്ചില്ല. 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ സഹപാഠിയായ ജോൺസണോട് അവൾക്ക് വല്ലാത്തൊരാകർഷണം തോന്നിയിരുന്നു. ജോൺസൺ സുന്ദരനായിരുന്നു, അതേസമയം പണക്കാരനും. ഏതാനും എഴുത്തുകൾ കൈമാറി. അപ്പോഴേക്കും പഠനം അവസാനിച്ചു. പിന്നെ ജോൺസണെ കണ്ടിട്ടേയില്ല. വികസിക്കാൻ വെമ്പിയ പ്രേമം മുളയിലേ കരിഞ്ഞുപോയി. അതാ ആ വലിയ മലയുടെ അടിവാരത്തിൽ കാണുന്നതാവണം 5 കണ്ടം ഗ്രാമം, റോബി ദൂരേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു. എല്ലാവരും അങ്ങോട്ട് നോക്കി. സസ്യങ്ങളുടെ പച്ചപ്പല്ലാതെ ഒന്നും വ്യക്തമായി കാണാനില്ല. ഒരു പള്ളിക്കുരിശ് എല്ലാറ്റിനുമീതെ ഉയർന്നു നിൽപ്പുണ്ട്. മറ്റഡോർ മലയടിവാരത്തിലേക്കുള്ള ഇറങ്ങുകയാണ്. ഇനി കഷ്ടിച്ച് 2 മൈൽ ദൂരമേയുള്ളൂ അവിടെ എത്താൻ. വാനിനു വേഗത കൂടി, നിയന്ത്രിക്കാനാവാത്ത വേഗത. വളവുകൾ വീശിയെടുക്കുമ്പോൾ വണ്ടിക്കുള്ളിലുള്ളവർ ഒരു വശത്തേക്ക് മേച്ചു വീഴാൻ തുടങ്ങി. പതുക്കെ വിടറോ വണ്ടി, തോമാച്ചൻ പേടിയോടെ പറഞ്ഞു. ബ്രേക്ക് പോയി, ഡ്രൈവർ നിലവിളിക്കുന്നത് പോലെ പറഞ്ഞു. അയ്യോ ചതിച്ചോ? തോമാച്ചൻ നെഞ്ചത്ത് കൈവച്ചു. എല്ലാവരും നടുങ്ങി പകച്ചു. എങ്ങനെയെങ്കിലും സ്പീഡ് കുറയ്ക്കാൻ നോക്കടോ, റോബി അലറി. വാനിലുള്ളവർ നിലവിളി മുഴങ്ങി. ഒരു രക്ഷയുമില്ല, ഇറക്കമാ, ഡ്രൈവർ വിളിച്ചു പറഞ്ഞു. എന്നാൽ ഇടിപ്പിച്ചു നിർത്ത്. ത്രേസ്യാമ്മയെ കെട്ടിപ്പിടിച്ച് കൊച്ചുറോസ നിലവിളിച്ചു. അമ്മച്ചി പേടിയാവുന്നു. സീനയും ഉറക്ക കരഞ്ഞു. വാൻ മറിഞ്ഞ് എല്ലാവരും മരിക്കാൻ പോവുകയാണെന്ന് അവൾ വിചാരിച്ചു. റോഡിൻ്റെ ഒരു വശം കൊക്കയാണ്, മറ്റേ വശം പാറക്കട്ടിങ്ങും. എല്ലാവരും മുറുകെ പിടിച്ചിരുന്നു. റോബി വിളിച്ചലറി. ഓരോരുത്തർ പിടികിട്ടിയിടത്തൊക്കെ അള്ളിപ്പിടിച്ചു. വാൻ പെട്ടെന്ന് റോഡിൻ്റെ ഇടതുവശത്തെ ഒരു മരത്തിലിടിച്ചു. കൂട്ട നിലവിളി മുഴങ്ങി. പിടിവിട്ട എല്ലാവരും എവിടേക്കൊക്കെയോ തെറിച്ചു.
ത്രേസ്യാമ്മയുടെ തല കമ്പിയിൽ ഇടിച്ചു പൊട്ടി. മരത്തിലിടിച്ച ശേഷവും വാൻ കുറേ താഴ്ചയിലേക്ക് മറിഞ്ഞു. ഒരു വലിയ മരത്തിൽ തങ്ങി ചക്രങ്ങൾ 4 മീതിയായി വാൻ മറിഞ്ഞു കിടന്നു. ഡ്രൈവറും റോബിയും വണ്ടി മരത്തിലിടിച്ചപ്പോൾ തന്നെ പുറത്തേക്ക് തെറിച്ചു വീണിരുന്നു. അവർക്ക് നിസാര പരിക്കുകളേയുള്ളൂ. അമ്മേ! റോബി എഴുന്നേറ്റയുടൻ ഉറക്ക നിലവിളിച്ചുകൊണ്ട് മറിഞ്ഞു കിടക്കുന്ന വാനിനടുത്തേക്ക് ചെന്നു. വീട്ടുസാമാനങ്ങൾ മിക്കതും ചിതറിത്തെറിച്ചു. വെളിയിൽ കിടപ്പുണ്ട്. ഒരിടത്ത് ചെമ്പുകലം, വേറൊരിടത്ത് ഒടിഞ്ഞ കട്ടിൽ, പിന്നെ ചെരുവം, അലുമിനിയ പാത്രം, മേശ, കസേര തുടങ്ങിയവ. തോമാച്ചൻ കമിഴ്ന്ന് വീണ് കിടക്കുന്നത് കണ്ട് റോബി ഞെട്ടി. അവൻ പെട്ടെന്ന് അപ്പനെ താങ്ങിയെടുത്തു. തോമാച്ചന് കാര്യമായ പരിക്കുകളില്ല, എങ്കിലും ബോധം കെട്ടുപോയി. അയാളെ മാറ്റിക്കിടത്തിയ ശേഷം റോബി വാനിനടുത്തേക്ക് ചെന്നു. അതിനകത്തു നിന്ന് കൊച്ചു റോസയുടെയും സീനയുടെയും കരച്ചിൽ. തുറന്നു കിടന്ന ഡോറിലൂടെ അയാൾ അകത്ത് കടന്നു. ചിതറിക്കിടക്കുന്ന വീട്ടുപകരണങ്ങൾക്കിടയിൽ നിന്ന് അയാൾ അവരെ വലിച്ചു പൊക്കി. 2 പേർക്കും കാര്യമായ പരിക്കില്ല. പേടി കൊണ്ട് അനങ്ങാൻ വയ്യാതായതാണ്. റോസക്കുട്ടിയുടെ ചെവിയും നെറ്റിയും മുറിഞ്ഞ് ചോരയടിക്കുന്നു. സീനയ്ക്ക് മുറിവൊന്നുമില്ല, എന്നാലും ക്ഷതങ്ങളുണ്ട്. ദേഹമാകെ എവിടെയൊക്കെയോ ചെന്നിടിച്ചതിൻ്റെ വേദന. 2 പേരെയും അവൻ പുറത്തിറക്കി. അമ്മ എവിടെ? അവൻ ചുറ്റുപാടും നോക്കി. അമ്മയെ കാണാനില്ല. അമ്മേ, അമ്മേ! അവൻ ഉറക്കെ വിളിച്ച് വാനിന് ചുറ്റും ഓടി. തളർന്നിരിക്കുകയായിരുന്ന ഡ്രൈവറും ഓടി വന്നു. മറിഞ്ഞു കിടന്ന വാനിനടിയിൽ നിന്നും പുറത്തേക്ക് അല്പം നീണ്ട 2 കാലുകൾ ഡ്രൈവറാണ് ആദ്യം കണ്ടത്. റോബി! അയാൾ നടുക്കത്തോടെ വിളിച്ചു. റോബി ഓടി വന്ന് ആ കാഴ്ച കണ്ടു. അയ്യോ അമ്മേ! 2 പേരും കൂടി കഠിനമായി പരിശ്രമിച്ച് വാൻ ഒരു വശത്തേക്ക് അല്പം ചിരിച്ചു. ത്രേസ്യാമ്മയുടെ നെഞ്ചു മാത്രമേ വാനുമായി ചേർന്ന് കിടന്നിരുന്നുള്ളൂ. അതുകൊണ്ട് പുറത്തേക്ക് വലിച്ചെടുക്കാൻ എളുപ്പമായിരുന്നു. റോബി ചോരയിൽ കുളിച്ച ആ ശരീരം 2 കൈകൊണ്ടും വാരിയെടുത്തു. ത്രേസ്യാമ്മയുടെ തല പൊട്ടി, മുഖത്തെമ്പാടും കട്ട ചോര. അവർ ചെറുതായൊന്ന് ഞരങ്ങി. അമ്മേ, എൻ്റെ അമ്മേ! റോബി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു കരഞ്ഞു. എങ്ങോട്ട് പോകണമെന്നറിഞ്ഞുകൂടാ. എവിടെ ആശുപത്രിയുണ്ട് അതും അറിയില്ല. വിജനമായ കുറ്റിക്കാടാണ് ചുറ്റോട് ചുറ്റും. പെട്ടെന്ന് ഒരു ജീപ്പ് വളവ് തിരിഞ്ഞ് പൊടി പറത്തി വരുന്നത് കണ്ടു. 5 കണ്ടത്തിൻ്റെ കിരീടം വയ്ക്കാത്ത രാജാവായ റാഫേൽ മുതലാളിയുടെ ജീപ്പ്. വാൻ മറിഞ്ഞെടുത്ത് ജീപ്പ് നിന്നു. റോബി അമ്മയെയും എടുത്ത് റോഡിലേക്ക് വലിഞ്ഞു കയറി. ജീപ്പിൻ്റെ മുൻസീറ്റിൽ ഡ്രൈവറെ കൂടാതെ ഒരാൾ കൂടി ഇരിക്കുന്നു. അയാൾ ജീപ്പിൽ നിന്നിറങ്ങി. അതാണ് റാഫേൽ മുതലാളി. ജുബയും മുണ്ടുമാണ് വേഷം. വലിയ ആനത്തലയിൽ പകുതിയും കഷണ്ടി, ചുവന്ന വട്ട കണ്ണുകൾ, തടിച്ച കൂട്ടുപുരുകം, ക്രൗര്യമേറിയ മുഖഭാവം, കട്ടിയേറിയ മേൽമീശ, തടിച്ചു മലർന്ന ചുണ്ടുകൾ, ചീർത്ത കവിൾത്തടങ്ങൾ. കണ്ടാൽ തന്നെ മനുഷ്യപ്പറ്റില്ലാത്തവനാണെന്ന് തോന്നും. തടിച്ചു കുറുകി ഒരു കാളക്കൂറ്റിനെ പോലെ മാംസമടക്കുകൾ നിറഞ്ഞ വണ്ണിച്ച കഴുത്തിൽ നിന്നും മാറത്തെ രോമക്കാട്ടിലേക്ക് ഇറങ്ങിക്കിടക്കുന്ന സ്വർണ്ണ ചെയിനും. പൊന്നു സാറേ, എൻ്റെ അമ്മയെ രക്ഷിക്കണം. ഏതെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോകണം. നീ ഏതാടാ? ഓത്തമറുന്ന സ്വരം. യോഹന്നാൻ വിറ്റ സ്ഥലം മേടിച്ചു വന്നതാ. ഇവിടെ വന്നപ്പോൾ വാൻ മറിഞ്ഞു. എൻ്റെ അമ്മയെ ജീപ്പിൽ കയറ്റട്ടെ സാർ. റാഫേൽ മുതലാളിയുടെ മുഖം ചുളിഞ്ഞു. യോഹന്നാൻ്റെ സ്ഥലം മേടിച്ചു വന്നവൻ. തനിക്ക് നോട്ടമുണ്ടായിരുന്ന സ്ഥലം, താൻ വില പറഞ്ഞ സ്ഥലം. ഇവനാണ് ആ ഇടയിൽ കയറി വെട്ടിയത്. ആഹാ, നീയാണ് ആ സ്ഥലം തട്ടിയെടുത്തതല്ലേ? ഡ്രൈവർ, വണ്ടി വിട്. അയാൾ ജീപ്പിൽ കയറി. ആ വശത്തേക്ക് ജീപ്പ് ചെരിഞ്ഞു. അയ്യോ സാർ, ഞാൻ എന്ത് വേണേലും തരാം. ദൈവത്തെ ഓർത്തൊന്ന് സഹായിക്കൂ. എൻ്റെ അമ്മ മരിച്ചു പോകും. റോബി കെഞ്ചി കരഞ്ഞു. എടാ, ഇത് ആംബുലൻസ് ഒന്നുമല്ല. കല്ലറയ്ക്കലെ റാഫേൽ മുതലാളി കാശ് കൊടുത്തു ജീപ്പ് മേടിച്ചത് കണ്ട് ചെറ്റകളുടെ ശവം കയറ്റാനല്ല. ഡ്രൈവർ, വണ്ടി വിടാൻ. ഡ്രൈവർ വണ്ടി മുന്നോട്ടെടുത്തു. അത് 5 കണ്ടം ഗ്രാമത്തിലേക്ക് ചീറിപ്പാഞ്ഞു പോയി. 5 കണ്ടത്തിലുള്ള ചിലർ വാൻ മറിയുന്നത് ദൂരെ നിന്ന് കണ്ടു. അവർ സംഭവ സ്ഥലത്തേക്ക് കുതിച്ചു പാഞ്ഞു. കണ്ണിൽ കണ്ടവരോടൊക്കെ വിവരം പറഞ്ഞു. കേട്ടവർ ഓടിയെത്തി. അവർ വന്നപ്പോൾ അപകടത്തിൽപ്പെട്ടവർ കരഞ്ഞ് നിലവിളിച്ച് റോഡിൽ നിൽക്കുകയാണ്. നിങ്ങൾ ആരാ? മുമ്പേ വന്ന കുഞ്ഞാപ്പു ചോദിച്ചു. അയാളാണ് വാൻ ചീറിപ്പാഞ്ഞു വരുന്നതും മരത്തിലിടിച്ച് മറിയുന്നതും ആദ്യം കണ്ടത്. ഞങ്ങളിവിടെ പുതിയതായിട്ട് സ്ഥലം മേടിച്ച് വന്നവരാ. എൻ്റെ അമ്മയ്ക്ക് ഗുരുതരമായി പരിക്ക് പറ്റി. ആശുപത്രി എവിടാണെന്ന് അറിഞ്ഞുകൂടാ. ഒരു ജീപ്പ് ഇതിലേ വന്നു, പക്ഷേ അവർ പൊയ്ക്കളഞ്ഞു. റോബി കണ്ണീരോടെ പറഞ്ഞു. അത് റാഫേൽ മുതലാളിയുടെ ജീപ്പാ. അയാൾ മഹാക്രൂരനാ. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവൻ. നിങ്ങൾ വാ. 5 കണ്ടത്തിൽ പള്ളിക്കാരുടെ ഒരു ആശുപത്രിയുണ്ട്. ചെറുതാ, എന്നാലും അതേ ഉള്ളൂ. അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം. ഇവിടെ ടാക്സി കിട്ടുമോ? ഇവിടെ ഒറ്റ വണ്ടിയേ ഉള്ളൂ. അത് റാഫേൽ മുതലാളിയുടേതാ. ആരൊക്കെയോ ചേർന്ന് കൊച്ചു ത്രേസ്യാമ്മയുടെ ചോരയിൽ കുളിച്ച ശരീരം താങ്ങി പിടിച്ച് 5 ഘട്ടത്തിലേക്ക് ഓടി.
ബോധം കെട്ട് കിടന്ന തോമാച്ചനെ ചിലർ താങ്ങിയെടുത്ത് ആശുപത്രിയിലേക്ക് നീങ്ങി. വേറെ ആർക്കെങ്കിലും നടക്കാൻ മേലാത്ത പരിക്കുണ്ടോ? കുഞ്ഞാപ്പു വിളിച്ചു ചോദിച്ചു. കൊച്ചു റോസ മുടന്തി മുടന്തി നടക്കുന്നത് കണ്ട് അവളെയും ഒരാൾ ചുമലിലേന്തി. ആൾക്കൂട്ടം നേരെ പള്ളിക്കാരുടെ ആശുപത്രിയിലേക്ക് പാഞ്ഞു. ഒരു കൂട്ടം ആളുകൾ മറിഞ്ഞു കിടക്കുന്ന വാനിനരികിൽ ചുറ്റിപ്പറ്റി നിന്നു. അവരിൽ ചിലർ തട്ടിക്കൊണ്ടുപോകാൻ പറ്റിയ വിലപിടിപ്പുള്ള സാധനങ്ങൾ വല്ലതും വാനിനകത്തുണ്ടോ എന്ന് നോക്കി. ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും സന്ധ്യയായിരുന്നു. ചെറിയ ആശുപത്രിയാണത്. 10-25 കിടക്കയുണ്ട്. ഒരു ഡോക്ടറും കുറേ നേഴ്സുമാരും. ഡോക്ടർ ഓടിയെത്തി. നേഴ്സുമാരും പെട്ടെന്ന് തയ്യാറായി. ത്രേസ്യാമ്മയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി. അവിടെ വലിയ സജ്ജീകരണങ്ങളൊന്നുമില്ല. പ്ലൈവുഡ് കൊണ്ട് മറച്ചുണ്ടാക്കിയ ഒരു ക്യാബിനാണ് ഓപ്പറേഷൻ തിയേറ്റർ. 5 മിനിറ്റിന് ശേഷം ഡോക്ടർ പുറത്തു വന്നു. ഒന്നും ചെയ്യാനില്ല. രക്തം മുഴുവനും പോയി. അരമണിക്കൂറിന് മുമ്പായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ. ഡോക്ടർ, റോബി നടുക്കത്തോടെ വിളിച്ചു. ഐ ആം റിയലി സോറി. എല്ലാം കഴിഞ്ഞു. സ്ട്രെച്ചറിൽ ത്രേസ്യാമ്മയുടെ ശവശരീരവും തള്ളിക്കൊണ്ട് 2 നേഴ്സുമാർ പുറത്തേക്ക് വന്നു. റോബി നടുങ്ങി പകച്ച് അടുത്തേക്ക് ചെന്നു. അമ്മയുടെ മുഖം മൂടിയ വെള്ളത്തുണി മെല്ലെ മാറ്റി. അമ്മയുടെ ചോര പുരുണ്ട മുഖം, എന്നേക്കുമായി അടഞ്ഞുപോയ കണ്ണുകൾ. എൻ്റെ അമ്മേ! അവൻ വിങ്ങി വിങ്ങി കരഞ്ഞു. അമ്മയെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ ദൈവമേ! അമ്മയുടെ ചോര പുരുണ്ട മുഖത്തേക്ക് അവൻ്റെ കണ്ണുനീർ ഇറ്റിറ്റു വീണു. ചോരയും കണ്ണീരും ഇടകലർന്നു. സീനയെയും കൊച്ചു റോസയെയും പ്രഥമ ശുശ്രൂഷകൾ നൽകി ബെഡിൽ കിടത്തിയിരിക്കുകയായിരുന്നു. റോബിച്ചായൻ്റെ കരച്ചിൽ കേട്ടവർ പിടഞ്ഞെഴുന്നേറ്റ് വന്നു. സ്ട്രെച്ചറിൽ അമ്മയുടെ നിശ്ചലമായ ശരീരം, അതിനുമീതെ വീണ് കിടന്ന് കരയുന്ന റോബിച്ചായൻ. അമ്മ മരിച്ചുവെന്ന് അവർക്ക് മനസ്സിലായി. വാവിട്ട് കരഞ്ഞുകൊണ്ട് സ്ട്രെച്ചറിനടുത്തേക്ക് ഓടി. അമ്മേ, അമ്മേ! സീന മൃതദേഹത്തിനരിയിലേക്ക് അലച്ചു വീണു. ഞങ്ങളെ ഇട്ടേച്ചു പോയല്ലോ അമ്മേ! ഞങ്ങൾക്കിനി ആരുണ്ട്? എൻ്റെ പൊന്നമ്മച്ചി! സീന സഹിക്കവയ്യാതെ നെഞ്ചത്തടിച്ചു. നേഴ്സുമാർ അവളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. റോബിച്ചായ, നമ്മുടെ അമ്മച്ചി! കൊച്ചു റോസ ഏങ്ങലടിച്ചു കരഞ്ഞു. ആ ദാരുണ രംഗം കാണാനാവാതെ ആളുകൾ മുഖം തിരിച്ചു. ഹൃദയഭേദകമായ കരച്ചിൽ കൊണ്ട് ആശുപത്രി മുഖരിതമായി. ഇതിനിടയിൽ തോമാച്ചന് ബോധമുണർന്നു. കരച്ചിൽ കേട്ട് അയാൾ കിടക്കയിൽ നിന്നും എഴുന്നേറ്റു. ഒരു കാൽ തളർന്നു പോയതുപോലെ തോന്നി. അയാൾ ഭിത്തിയിൽ പിടിച്ച് ഏന്തി വരഞ്ഞ് പുറത്തേക്ക് വന്നു. ദുഃഖത്തിലും സന്തോഷത്തിലും അനേക വർഷം തനിക്ക് താങ്ങും തണലുമായിരുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മൃതദേഹം സ്ട്രെച്ചറിൽ വിറങ്ങലിച്ചു കിടക്കുന്നത് അയാൾ കണ്ടു. അതിനുമീതെ തൻ്റെ കുഞ്ഞുങ്ങളുടെ നിലവിളി. അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വേച്ച് ഏതാനും അടികൂടി മുമ്പോട്ട് വെച്ചു. ഒന്നും കാണാൻ കഴിയുന്നില്ല. കണ്ണിലിരുട്ട്. അയാൾ അടിപതറി വീണു. തെളിച്ചമില്ലാത്ത പ്രഭാതം. ഇപ്പോൾ തന്നെ മഴ പെയ്തേക്കുമെന്ന പോലെ ആകാശം മൂടി കെട്ടിക്കിടക്കുന്നു. പടിഞ്ഞാറേ ചക്രവാളത്തിലേക്ക് വിലാപയാത്ര പോകുന്ന കാർമുകിലുകൾ. ത്രേസ്യാമ്മയുടെ മൃതദേഹം ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിച്ചു. നല്ലവരായ നാട്ടുകാരുടെ സഹായം കൊണ്ട് എല്ലാം വേണ്ടതുപോലെ നടന്നു. കുഞ്ഞാപ്പൂവിൻ്റെ നേതൃത്വത്തിൽ നാട്ടുകാർ സംഘം ചേർന്നുപോയി. വാനിലുണ്ടായിരുന്ന സാധന സാമഗ്രികളെല്ലാം വീട്ടിൽ ചുമന്നെത്തിച്ചിരുന്നു. വിലപിടിപ്പുള്ള പല സാധനങ്ങളും രാത്രിയിൽ മോഷണം പോയി. ആരാ മോഷ്ടിച്ചതെന്നറിയില്ല. ഒരു കാൽ തളർന്നുപോയ തോമാച്ചനെ നാട്ടുകാർ എടുത്താണ് വീട്ടിൽ കൊണ്ടുവന്നത്. ആ അപ്പനും മക്കളും ചുമരും ചാരി ഇരുന്ന് കണ്ണീർ വാർത്തു. അയൽക്കാരിയായ പെണ്ണമ്മ അവർക്ക് കഴിക്കാൻ കപ്പപ്പുഴുക്കും കഞ്ഞിയും കൊണ്ടുവന്നു കൊടുത്തു. ആരും ഒന്നും കഴിച്ചില്ല. ഇനി ശവമടക്ക് നടത്തണം. ചീന്തനാറിനക്കരെയാണ് പള്ളി. ആ പാവപ്പെട്ട കുടുംബത്തെ സഹായിക്കാൻ അവരെക്കാൾ പാവങ്ങളായ നാട്ടുകാർ ഒത്തുകൂടി. അവർ തന്നെ ഒരു ശവപ്പെട്ടി സംഘടിപ്പിച്ചു. അവർ പള്ളിയിൽ ചെന്ന് അച്ഛനെ കണ്ട് ശവമടക്കുന്ന കാര്യം സംസാരിച്ചു. അച്ഛൻ പറഞ്ഞു, പല തടസ്സങ്ങളുണ്ട്, പക്ഷേ അതൊന്നും സാരമാക്കാനില്ല. ഇതുപോലൊരു ദുരന്തത്തിലായിപ്പോയ ആ കുടുംബത്തെ സഹായിക്കാൻ ഞാൻ തയ്യാറാ. നമുക്ക് ശവക്കോട്ടയിൽ തന്നെ അടക്കാം. ഇടവകക്കാരായ നിങ്ങൾക്കാർക്കും എതിർപ്പില്ലെങ്കിൽ. ഞങ്ങൾക്കാർക്കും എതിർപ്പില്ല. അച്ഛൻ്റെ അനുമതി കിട്ടിയ സന്തോഷത്തിൽ കുഞ്ഞാപ്പൂ സംഘവും റോബിയുടെ വീട്ടിലെത്തി. പള്ളിയിലേക്ക് ശവമെടുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ശവമെടുത്തു. അവർ പള്ളിയിലെത്തി. അച്ഛൻ അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്തു. ശവ സിമിത്തേരിയിലേക്ക് എടുക്കാറായി. അപ്പോൾ ഒരു ജീപ്പ് ചീറിപ്പാഞ്ഞ് പള്ളിമുറ്റത്ത് വന്നു നിന്നു. റാഫേൽ മുതലാളി ജീപ്പിൽ നിന്നും ഇറങ്ങി. പിറകെ എന്തിനും പോകുന്ന മുട്ടാളന്മാരെ പോലെ തോന്നിക്കുന്ന 3 മക്കളും. അച്ഛൻ ആരോട് ചോദിച്ചിട്ടാ ഈ ശവം ഇവിടെ സിമിത്തേരിയിൽ നടക്കുന്നത്? റാഫേൽ മുതലാളി ഇടിവെട്ടും പോലെ ഗർജിച്ചു. അത് റാഫേലേ, ഇടവകക്കാരൊക്കെ സമ്മതിച്ചിട്ടാ. ഏത് ഇടവകക്കാർ? ഈ ചെറ്റകളോ? റാഫേൽ വഴക്കുണ്ടാക്കരുത്. പാവപ്പെട്ട കുടുംബത്തിൻ്റെ ആവശ്യമാണ്. അവർക്കിങ്ങനെയൊരു ആപത്ത് പറ്റിപ്പോയില്ലേ? നമ്മൾ കുറേ മനുഷ്യത്വം കാണിക്കണം. ഒരു ക്രിസ്ത്യാനിയുടെ ന്യായമായ അവകാശമാണ്. പള്ളി സിമിത്തേരിയിൽ 6 അടി മണ്ണ്
കിട്ടുക എന്നുള്ളത്. ഇവർ ക്രിസ്ത്യാനികളാണെന്ന് അച്ഛൻ എങ്ങനെ അറിയാം? അവർ പറഞ്ഞുള്ള അറിവല്ലേ ഉള്ളൂ. ഏത് സഭക്കാരാണെന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ ഇടവക ചേർന്നിട്ടില്ല. പള്ളിക്ക് പാതാരവും ഓഹരിയും കൊടുത്തിട്ടില്ല. ആണ്ടുകുമ്പസാരം ഉണ്ടായിരുന്നോ എന്നറിയില്ല. ഇതൊന്നും അറിയാതെ അച്ഛനോട് ആര് പറഞ്ഞു സെമിത്തേരിയിൽ ശവമടക്കാൻ? റാഫേൽ, ഇത് നമ്മുടെ കടമയാണ്. ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത്. ക്രിസ്തു പഠിപ്പിച്ചതൊന്നും അച്ഛൻ എന്നെ ഓർമ്മിപ്പിക്കേണ്ട. ഇടവകക്കാരുടെ പൊതുയോഗം കൂടി തീരുമാനിച്ചിട്ടല്ലാതെ ഇവിടെ ഇടവക ചേർക്കാൻ സമ്മതിക്കുകയില്ല. അതിനു മുമ്പ് ശവമെടുക്കാൻ ഒട്ടും സമ്മതിക്കുകയില്ല. അല്ലെങ്കിൽ ഇവർ നാട്ടിൽ ചെന്ന് ഇവരുടെ ഇടവക വികാരിയുടെ കത്തും കുറിയും കണക്കും വാങ്ങിച്ചുകൊണ്ട് വരട്ടെ. റാഫേൽ, അതിനൊന്നും സമയമില്ല. ഒരു ശവശരീരമാണ് നമ്മുടെ മുമ്പിൽ. നടക്കില്ല അച്ചോ. ആരെന്നും ഏതെന്നും അറിയാത്ത കണ്ട അലവലാദികളെ ഒന്നും ഞങ്ങളുടെ സെമിത്തേരിയിൽ അടക്കാൻ ഒക്കുകയില്ല. അച്ഛൻ പോയി അച്ഛൻ്റെ പണി നോക്ക്. പള്ളി സെമിത്തേരിയും ഇടവകക്കാരുടേതാ. അല്ലെങ്കിൽ അച്ഛൻ ബലമായി ശവം അടക്ക് കാണട്ടെ. അച്ഛൻ ദയനീയമായി കുഞ്ഞാപ്പൂനെയും സംഘത്തെയും നോക്കി, റോബിയെ നോക്കി, പിന്നെ പള്ളിയുടെ മുഖവാരത്തിലെ ഉയർന്നു നിൽക്കുന്ന കുരിശിനെയും. സങ്കടം കൊണ്ട് അച്ഛൻ്റെ കണ്ണ് നനഞ്ഞു. അദ്ദേഹം നിസ്സഹായനായിരുന്നു. എന്താടാ നോക്കി നിൽക്കുന്നത്? എല്ലാവരും പോകിനടാ. നാട്ടുകാരുടെ നേർക്ക് നോക്കി റാഫേൽ ഗർജിച്ചു. ആരും ഒരക്ഷരം മിണ്ടിയില്ല. അവർ ഓരോരുത്തരായി തലതാഴ്ത്തി നിന്നു. കല്ലറയ്ക്കൽ റാഫേൽ മുതലാളിയുടെ കൂലിപ്പണിക്കാരാണ് അവരിൽ മിക്കവരും. അയാളെയും മക്കളെയും എതിർക്കാൻ ആർക്കും ധൈര്യമില്ല. ആളുകളെല്ലാം സ്ഥലം വിട്ടുകഴിഞ്ഞു. ഒടുവിൽ റാഫേൽ മുതലാളിയും മക്കളും ജീപ്പിൽ ചെന്ന് കയറി. ജീപ്പ് ചീറിപ്പാഞ്ഞുപോയി. പള്ളിമുറ്റത്ത് അച്ഛനും റോബിയും സീനത്തും കൊച്ചു റോസയും പിന്നെ ത്രേസ്യാമ്മയുടെ മൃതദേഹവും മാത്രം. അച്ഛൻ റോബിയുടെ അടുത്ത് വന്ന് തോളിൽ കൈവച്ചു വേദനയോടെ പറഞ്ഞു, മകനെ, എന്നോട് പൊറുക്കണം. ഞാൻ എന്തു ചെയ്യും? പല ഇടവകളിലും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെക്കാൾ മുതലാളിമാരുടെ സുവിശേഷത്തിനാണ് പ്രാചാരം. റോബി ഒന്നും മിണ്ടിയില്ല. അവൻ പാഞ്ഞു ചെന്ന് തനിയെ ശവപ്പെട്ടി ചുമലിലേറ്റി. പിന്നെ കൊടുങ്കാറ്റ് പോലെ വീട്ടിലേക്ക് നടന്നു. തേങ്ങി കരഞ്ഞുകൊണ്ട് സീനയും കൊച്ചു റോസയും ശവപ്പെട്ടിയുടെ പിന്നിൽ താങ്ങിപ്പിടിച്ച് നടന്നു നീങ്ങി. ചീന്തലാറിനു മീതെയുള്ള ഇല്ലിപ്പാലത്തിൽ കുഞ്ഞാപ്പു കാത്തു നിന്നിരുന്നു. അനിയൻ ക്ഷമിക്കണം, ഞങ്ങളൊക്കെ അടിമകളാ. എനിക്കൊരു തൂമ്പ തരുമോ? കുഞ്ഞാപ്പു തലയാട്ടി. റോബി വീട്ടിലെത്തിയപ്പോഴേക്കും കുഞ്ഞാപ്പു തൂമ്പയുമായി വന്നു. മുറ്റത്തിന് താഴെ ഈറൻ മണ്ണിൽ ശവപ്പെട്ടി ഇറക്കി വെച്ചിട്ട് റോബി കുഴിവെട്ടാൻ ആരംഭിച്ചു. അവൻ തീവ്ര വൈരാഗ്യത്തോടെ ആഞ്ഞാഞ്ഞു വെട്ടി മണ്ണ് കോരി എറിഞ്ഞുകൊണ്ടിരുന്നു. അനിയ, ഞാൻ സഹായിക്കാം. കുഞ്ഞാപ്പു അടുത്തേക്ക് വന്നു. വേണ്ട, ഒരുത്തൻ്റെ സഹായം വേണ്ട. റോബി വിയർപ്പിൽ കുളിച്ചു. അവൻ നായയെപ്പോലെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. നാട്ടുകാർ കുറച്ചകലെ മാറി നിന്ന് ഈ രംഗം നോക്കി കാണുന്നുണ്ടായിരുന്നു. പച്ച മണ്ണിൽ കുഴി തീർന്നു. റോബി കിതച്ച് തളർന്നിരുന്നു. പിന്നെ സീനയെയും കൊച്ചു റോസയെയും സഹായത്തിന് വിളിച്ചു. അവർ കണ്ണീരോടെ അമ്മയുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അമ്മയുടെ തണുത്ത നെറ്റിയിൽ അന്ത്യചുംബനം അർപ്പിച്ചു. പിന്നെ ശവപ്പെട്ടി കുഴിയിലേക്കിറുക്കി. റോബി തന്നെ മണ്ണ് വെട്ടിയിട്ട് കുഴി മൂടി. ത്രേസ്യാമ്മയുടെ അരനൂറ്റാണ്ട് കാലത്തെ ജീവിതത്തിനു മീതെ പച്ച മണ്ണിൻ്റെ കൂന തീർന്നു. റോബി ആ മൺകൂനയ്ക്ക് മീതെ തളർന്നു വീണു. എൻ്റെ അമ്മേ, ഈ മകനോട് ക്ഷമിക്കൂ. അമ്മ ഈ മകനിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിച്ചു. മകൻ വളർന്നു വലുതാകുമ്പോൾ എല്ലാ ദുരിതങ്ങളും നീങ്ങുമെന്ന് ആശിച്ചു. പക്ഷേ അമ്മ ആശിച്ചതൊന്നും നൽകാൻ ഈ മകന് കഴിഞ്ഞില്ല. പള്ളി സെമിത്തേരിയിൽ അന്ത്യവിശ്രമത്തിന് ഒരിടം നൽകാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. എന്നോട് പൊറുക്കൂ. അവൻ കണ്ണീരോടെ നിശബ്ദം കേണു. തോമാച്ചൻ എല്ലാം കണ്ടുകൊണ്ട് നിറഞ്ഞ കണ്ണുകളോടെ മുറ്റത്ത് കുഞ്ഞു കൂടിയിരിപ്പുണ്ടായിരുന്നു. രാത്രി മരങ്ങളിൽ കാറ്റാഞ്ഞു വീശി. രാപ്പറവുകൾ ചിറകടിച്ചു പറന്നു. മുറിയിലെ ഇരുട്ടിൽ നിസ്സഹായരും ദുഃഖിതരുമായ 4 മനുഷ്യജീവികൾ. ആരും ഉറങ്ങിയിട്ടില്ല. ഇടയ്ക്കിടെ അടക്കിപ്പിടിച്ച തേങ്ങലുകൾ, ദീർഘനിശ്വാസങ്ങൾ. സീന ഇരുളിലേക്ക് തുറച്ചു നോക്കി കിടക്കുകയായിരുന്നു. പെട്ടെന്ന് റോബിയുടെ അടക്കി പിടിച്ചുള്ള കരച്ചിൽ കേട്ടു. സീനയ്ക്കും കരച്ചിൽ വന്നു. കൊച്ചു റോസ എഴുന്നേറ്റ് റോബിയെ കെട്ടിപ്പിടിച്ചു. റോബിച്ചായൻ കരയല്ലേ? അവൾ ഏങ്ങലടിച്ചു. നമ്മുടെ അമ്മ പോയില്ലേ മോളെ? റോബിച്ചായ കരയല്ലേ? ഞങ്ങൾക്കിനി റോബിച്ചായനല്ലേ ഉള്ളൂ. ഇല്ല മോളെ, ഇനി ഞാൻ കരയില്ല. അവൻ കണ്ണുനീർ തുടച്ചു. ശരിയാണ്, എൻ്റെ കുടുംബത്തിനിനി ഞാൻ മാത്രമാണ് ആശ്വാസം. ഞാൻ കരയാൻ പാടില്ല. ഞാനാണ് ഇവരെ ആശ്വസിപ്പിക്കേണ്ടത്. ഞാനാണ് ഇവർക്ക് ധൈര്യം പകരേണ്ടത്. ഞാനാണിനി കഷ്ടപ്പാടുകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഇവരെ രക്ഷിക്കേണ്ടത്. ഇവർക്ക് ഞാനല്ലാതെ വേറെ ആരുമില്ല. അവൻ അവളുടെ കണ്ണുനീർ തുടച്ചു. നെഞ്ചോട് ചേർത്ത് കിടത്തി ചുമലിൽ മെല്ലെ താളം പിടിച്ചുറക്കി. റോബി അതിരാവിലെ ഉണർന്നു. സീനയും കൊച്ചു റോസയും തളർന്നു കിടക്കുകയാണ്. അവൻ മുറ്റത്തേക്കിറങ്ങി.
ഇപ്പോഴാണവൻ വീടും പരിസരവും ശരിക്കു കാണുന്നത്. കാടുപിടിച്ച പറമ്പിന് നടുവിൽ പുല്ലുമേഞ്ഞ കൊച്ചു വീട്, 2 കൊച്ചുമുറികളും ഒരടുക്കളച്ചായ്പും, വീഞ്ഞപ്പലകൾ കൊണ്ട് മറച്ച ദുർബലമായ വാതിലുകൾ, ചാണകം മെഴുകിയ തറ, വെള്ള കളിമണ്ണ് തേച്ച ഇഷ്ടിക ചുമരുകൾ. കാട്ടുകമ്പുകൾ കൊണ്ടാണ് മേൽക്കൂര മേഞ്ഞിരിക്കുന്നത്. ഉത്തരങ്ങളും കഴുക്കോലും എല്ലാം കാട്ടുകഴുകൾ കൊണ്ടുള്ളത് തന്നെ. മുറ്റം കെട്ടിയിട്ടില്ല. വീട് പണിതപ്പോൾ വട്ടം വലിച്ചിട്ട മണ്ണ് മുക്കാലും മഴവെള്ളത്തിൽ ഒലിച്ചുപോയി. മുറ്റത്ത് കാനകളും കുഴികളും. ഇവിടെ വേണം ഇനി ജീവിക്കാൻ, റോബി ഓർത്തു. പറമ്പ് കൊങ്ങിണിക്കാടാണ്. അവിടെ ചില കാട്ടുമരങ്ങൾ. ഉപ്പ് ഉപ്പ് ഉപ്പ്. മരക്കൊമ്പിലിരുന്ന് ഉപ്പൻ്റെ വിളി. കൊങ്ങിണി പടർപ്പുകൾക്കിടയിൽ നിന്നും കാട്ടുകോഴി പൂവന്മാർ വിളിച്ചു ചോദിക്കുന്നു, അക്കരെ കയറി കിളയ്ക്കട്ടെ. താഴ്വരകളിലെല്ലാം പുകമഞ്ഞ് കോച്ചി വിറയ്ക്കുന്ന തണുപ്പ്. കുന്നിൻ ചെരുവുകളിലെ പുല്ലുമേഞ്ഞ കൂരകളിൽ നിന്നും പുക പൊങ്ങുന്നു. കന്നാലിച്ചക്കന്മാർ പുൽമേടുകളിലേക്ക് കന്നാലിക്കൂട്ടങ്ങളെ തെളിച്ചു കൊണ്ടുപോകുന്നു. ഏതോ വീട്ടിൽ നിന്നും തല്ലുകൂടുന്ന ശബ്ദം. ഓടിട്ട വീടുകൾ കാണാനേയില്ല. ഈ നാട്ടുകാർ പാവങ്ങളാണ്, റോബി വിചാരിച്ചു. ചീന്തലാറിനക്കരെ ഓടുമേഞ്ഞ പള്ളിയും ആസ്പെറ്റോസ് മേഞ്ഞ ആശുപത്രിയും പള്ളിക്കൂടവും കാണാം. ആ പരിസരത്ത് തന്നെ ഏതാനും കടകളുമുണ്ട്. ആറിനക്കരെ പള്ളിക്കടുത്ത് വരെ മാത്രമേ റോഡുള്ളൂ. 5 കണ്ടം ഗ്രാമം ശരിക്കു പറഞ്ഞാൽ ഇക്കരെയാണ്. ആൾതാമസവും വീടുകളും കൂടുതലുള്ളത് ഇക്കരെ തന്നെ. അക്കരെ ഇക്കരെ സന്ധിക്കാൻ ചീന്തലാറിന് മീതെ ഒരു ഇല്ലിപ്പാലമുണ്ട്. ഗ്രാമത്തിനു ചുറ്റും പുൽമേടുകളും അകലെ കോട്ട പോലെ കാവൽ നിൽക്കുന്ന വെൺമലകളും. താഴ്വരകളെല്ലാം കൃഷിഭൂമികൾ. കാപ്പിയും ഏലവും തേയിലയും കുരുമുളകും. ഇടയ്ക്കിടെ നെല്ല് വിളയുന്ന വയലേലകൾ. ഇതാണ് 5 കണ്ടം ഗ്രാമം. അപരിചിതമായ ഈ നാട്ടിലാണ് താനും തൻ്റെ കുടുംബവും ജീവിക്കേണ്ടത്. റോബി ഈർപ്പമുണങ്ങാത്ത മൺകൂനയ്ക്കടുത്തേക്ക് ചെന്നു. അമ്മയുടെ കുഴിമാടം. അവിടെ നിന്ന് അവൻ എന്തൊക്കെയോ ഓർത്തു. കണ്ണ് നനയുന്നു എന്ന് തോന്നിയപ്പോൾ കയറിപ്പോന്നു. സീനയും കൊച്ചു റോസയും ഉണർന്നു കഴിഞ്ഞു. സീന, നീ ആ സഞ്ചിയും എടുത്തേ, ഞാൻ കടയിൽ പോയി വല്ലതും മേടിച്ചുകൊണ്ട് വരാം. സീന സഞ്ചി എടുത്തു കൊടുത്തു. എന്തൊക്കെയാണ് മേടിക്കേണ്ടത്? എല്ലാം വേണം. അരി, കപ്പ, മുളക്, മല്ലി, ഉണക്കമീൻ, ഉള്ളി, സവോള. മതി നിർത്ത്. ഇതെല്ലാം ഓർത്തിരിക്കാൻ ആരെക്കൊണ്ട് പറ്റും? നീ ഒരു കടലാസിലോട്ട് കുറിച്ചതാ. സീന പേനയെടുത്ത് കുറിച്ചു കൊടുത്തു. റോബി ചീന്തലാറിന് അക്കരെയുള്ള കടയിൽ പോയി സാധനങ്ങൾ മേടിച്ചു കൊണ്ടുവന്നു. ഈ പൊതി എന്നതാ? കൊച്ചുറാസ ചോദിച്ചു. പുട്ടും കടലയും, നമുക്ക് രാവിലെ കഴിക്കാൻ. അവർ ഒന്നിച്ചിരുന്ന് പുട്ടും കടലയും തിന്നു. 10 മണിയായപ്പോൾ കുഞ്ഞാപ്പു അതിലെ വന്നു. ചേട്ടൻ ഇന്ന് പണിക്ക് പോയില്ലേ? റോബിൻ ചോദിച്ചു. ഇല്ല, വല്ലാത്തൊരു നടുവേദന. അവർ തിണ്ണയിലിരുന്ന് വർത്തമാനം പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞാപ്പുവിൻ്റെ പെമ്പിള പെണ്ണമ്മ ചേട്ടത്തിയും വന്നു. സംഭാഷണം ത്രേസ്യാമ്മയുടെ മരണത്തെക്കുറിച്ച് ശവമടക്കിനെക്കുറിച്ചുമായി. ആ റാഫേൽ മുതലാളി പരമദുഷ്ടനാ, പെണ്ണമ്മ ചേട്ടത്തി പറഞ്ഞു. എനിക്ക് മനസ്സിലായി, റോബി പറഞ്ഞു. 5 കണ്ടം ഗ്രാമത്തിൻ്റെ പകുതിയും അങ്ങേരുടേതാ. ഞങ്ങളൊക്കെ കൂലിപ്പണിക്കാർ. അയാൾ ചെയ്യാത്ത കൊള്ളരുതായ്മകളില്ല. കള്ളത്തടി വെട്ടും, കഞ്ചാവ് കൃഷിയും കള്ളവാറ്റും എന്ന് വേണ്ട സകല വേണ്ടാധീനങ്ങളുമുണ്ട്. അയാൾക്കടെ 3 ആമ്പിള്ളേർ അയാളേക്കാൾ മുട്ടാളന്മാരാ. എന്തു പോക്കൃതരവും കാണിക്കും. അവന്മാരെ പേടിച്ച് ഇവിടുത്തെ കൊള്ളാവുന്ന പെൺപിള്ളേർക്കൊന്നും വഴി നടക്കാൻ മേല. അവരെ എല്ലാവർക്കും പേടിയാ. കൊല്ലാനും തല്ലാനും കുത്താനും വെട്ടാനും ഒരു മടിയുമില്ല. 5 കണ്ടം ഭരിക്കുന്നത് കോണം പിടിക്കാത്ത ആ തന്തയും 3 മക്കളുമാണ്. അയാൾക്കൊരു മകളുണ്ട്, ഒരു മരങ്കേറി പെണ്ണ്. വേഷം കെട്ടി നടക്കുന്ന കാണണം. അമ്പോ, എന്തൊരഹമ്മതി! അയാൾക്ക് എന്നോടെന്താ വിരോധം? റോബി ചോദിച്ചു. അതോ, കുഞ്ഞാപ്പു പറഞ്ഞു. ഈ 1/2 ഏക്കർ ഭൂമിയുടെ 3 വശവും അയാളുടെ വക പറമ്പാ. മൂത്ത മകൻ്റെ വീതമാണിത്. ഒരു വീട് വെക്കണമെങ്കിൽ ഇത്രയും സൗകര്യം മറ്റെങ്ങുമില്ല. മാത്രമല്ല, ഈ 1/2 ഏക്കർ കൂടി ഉണ്ടെങ്കിൽ പറമ്പ് ഏതാണ്ട് സമചതുരത്തിൽ കിട്ടുകയും ചെയ്യും. ഈ സ്ഥലം ചുളുവിലേക്ക് തട്ടിയെടുക്കാമെന്നാണ് മുതലാളി വിചാരിച്ചത്. പക്ഷേ ഈ സ്ഥല ഉടമസ്ഥനും മുതലാളിയും തമ്മിൽ ഏതാണ്ട് ഇഷ്ടക്കേടുണ്ടായിരുന്നു. സ്ഥലം നിങ്ങൾക്ക് കച്ചവടം ചെയ്ത് കഴിഞ്ഞ് മുതലാളി അറിഞ്ഞത്. അന്നേ മുതലാളി പറഞ്ഞത്രേ, ഈ സ്ഥലം മേടിച്ച് താമസിക്കാൻ വരുന്നവനെ അധികകാലം ഇവിടെ വെച്ച് വാഴിക്കുകയില്ലെന്ന്. മുതലാളിക്കിപ്പോഴും ഈ സ്ഥലത്തിൽ കണ്ണുണ്ട്. ഓഹോ, വാൻ മറിഞ്ഞ അന്ന് ഞാൻ പുതിയ താമസക്കാരനാണോയെന്ന് അറിഞ്ഞ ഉടൻ അയാൾ ജീപ്പ് വിട്ടു പോയത് അതുകൊണ്ടാണ്.
സോമഡൊക്കിനെ എതിർപ്പ് കാണിച്ചതും അതുകൊണ്ട് തന്നെ. ഇനി നോക്കിക്കോ, നിങ്ങളെ ഇവിടുന്ന് പറപ്പിക്കാൻ അയാൾ സകല വിദ്യയും എടുക്കും. സൂക്ഷിച്ച് നിന്നോണം. അയാളോട് വഴക്കിടുന്നത് ആപത്താണ്. ഞാൻ ആരോടും വഴക്കിന് പോകില്ല. നോവൽ വീണ്ടും നാളെ തുടരും.